പൊന്നു ഗുരുവായൂരപ്പന് കളഭാട്ടം. ഭഗവാന്റെ പാതാളാഞ്ജനശിലയിൽ അമൂല്യമായ കളഭം നിറഞ്ഞൊഴുകുന്ന വിശിഷ്ടമായ ഈ ആഘോഷം വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് നടക്കുന്നത്. എല്ലാ വർഷവും വൃശ്ചികം 1 മുതൽ ക്ഷേത്രത്തിൽ നടക്കുന്ന 41 ദിവസത്തെ പഞ്ചഗവ്യ അഭിഷേകത്തിന് സമാപനം കുറിച്ചാണ് ധനുവിലെ മണ്ഡലപൂജാ ദിവസം ഗുരുവായൂരപ്പന് കളഭമാട്ടം ചെയ്യുന്നത്. ഈ കളഭാട്ടത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. എന്നും ചന്ദനത്തിൽ ചേർക്കുന്നത് കുങ്കുമവും പച്ചക്കർപ്പൂരവും പനിനീരും എന്നിവയ്ക്കൊക്കെ പുറമെ കസ്തൂരി കൂടി കളഭാട്ടത്തിൻ്റെ നാളിൽ ഉപയോഗിക്കും. 40 ഉരുളയോളം കളഭമാണ് കളഭാട്ടത്തിന് കരുതുന്നത്. നല്ല ഉത്സാഹത്തിലാണ് കണ്ണൻ. കളഭമാടുന്നത് വലിയ ഇഷ്ടമാണ്. അച്ഛൻ തിരുമേനിയാണെങ്കിൽ നല്ല തിരക്കിലും. കളഭമൊക്കെ ആടുന്നതിൻ്റെ ഇടയ്ക്ക് തിരുമേനി ശ്രദ്ധിച്ചു, കണ്ണൻ 2 കൈയിലും എന്തോ ഒളിപ്പിച്ച് പിടിച്ചിരിക്കണു. കളഭം ആടുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നും ചോദിച്ചില്ല. പൂജാവിധി പ്രകാരം കളഭമൊക്കെ ആടിയതിന് ശേഷം തിരുമേനി കണ്ണനെ ഒന്ന് നോക്കി. അപ്പോൾ എന്താ, 2 കൈയിലും ഒളിപ്പിച്ച് വെച്ചിരുന്നത് 2 പിടി മലരാണ്. അച്ഛൻ തിരുമേനിക്ക് ചിരി സഹിക്കാൻ കഴിഞ്ഞില്ല. എന്താ കണ്ണാ ഇത്? പ്രത്യേക പൂജ ഉള്ള ദിവസങ്ങളിലും അഭിഷേകവും കളഭാട്ടവും ഒക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് വിശക്കും. അതാ അച്ഛൻ തിരുമേനി, മറ്റാരും കാണാതെ ഞാൻ കയ്യിൽ മലരെടുത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നു. ബാലഗോപാലൻ്റെ കുഞ്ഞു കുസൃതികൾ പോലും കരുണയും സ്നേഹവും നിറഞ്ഞ ദിവ്യ സന്ദേശങ്ങളായി മാറുന്നു. ആ കളഭം പോലെ തന്നെ ഭക്തരുടെ ഹൃദയങ്ങളിലും ശാന്തിയും സമാധാനവും നിറഞ്ഞു കാണുന്നവരിലും കേൾക്കുന്നവരിലും കൃഷ്ണസ്നേഹം പടർന്നു വരട്ടെ. ഈ ദിവ്യാനുഭവം നേരിൽ കാണാൻ ഭാഗ്യമുള്ളവർക്കും കാണാൻ കഴിയാതിരുന്നാലും ഹൃദയത്തോടെ ഭജിക്കുന്ന എല്ലാ ഭക്തർക്കും ഗുരുവായൂരപ്പൻ്റെ അനന്തമായ കൃപയും അനുഗ്രഹവും എപ്പോഴും നിറഞ്ഞൊഴുകട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.